ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. നമുക്കൊരു വാക്യം വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ, വെള്ളത്തിന് വരുവിൻ, വന്ന് വാങ്ങി തിന്നുവിൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവിൻ. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന്? നിങ്ങൾ ചെലവിടുന്നുണ്ട്, നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ അധ്വാനിക്കുന്നുണ്ട്, നിങ്ങൾ പലതും ചെലവഴിക്കുന്നുണ്ട്. എന്തിനെ ചെലവിടുന്നു? അപ്പമല്ലാത്തതിന് നിങ്ങളുടെ ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന്? നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ തൃപ്തി വരുത്താത്തതിന് വേണ്ടിയാണ് ചെലവിട്ടുകൊണ്ടിരിക്കുന്നത്. ശാശ്വതമായ തൃപ്തി വരുത്തുന്നതിന് വേണ്ടിയല്ല നിങ്ങൾ ചെലവഴിക്കുന്നുണ്ട്. നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ട്, അഹോരാത്രം പണിയെടുക്കുന്നുണ്ട്, നിങ്ങൾ ഉറക്കളയ്ക്കുന്നുണ്ട്. എന്നാൽ തൃപ്തി വരുത്താത്തതിന് വേണ്ടിയാണ് നിങ്ങൾ ചെലവഴിക്കുന്നത്. അപ്പമല്ലാത്തതിന് നിങ്ങളുടെ ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന്? പ്രവാചകനിൽ കൂടി ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുകയാണ്. കഷ്ടം, നിങ്ങൾക്ക് സമ്പത്തുണ്ട്, നിങ്ങൾ അധ്വാനിച്ച് അനുദിന ജീവിതം നയിക്കുന്നുണ്ട്, ഉപജീവനത്തിന് വേണ്ടിയുള്ള നിങ്ങൾ അധ്വാനിക്കുന്നുണ്ട്. എന്നാലും എത്ര അധ്വാനിച്ചാലും ചിലപ്പോൾ പലർക്കും വരവുകൊണ്ട് ചിലവർ മതിയാകാത്ത രീതിയിൽ ഇന്നും വരവ് തുച്ഛമായിട്ടേ ഉള്ളൂ. എന്നും ഒരു പോരായ്മയാണ്. വേണ്ടത്ര കിട്ടുന്നില്ല. പ്രയത്നഫലം കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ പ്രയത്നഫലം നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ചെലവഴിക്കുന്നത്? തൃപ്തി വരുത്താത്തതിന് വേണ്ടി നിങ്ങളുടെ പ്രയത്നഫലം ചെലവിടുന്നത് എന്തിന്? അപ്പമല്ലാത്തതിന് നിങ്ങളുടെ ദ്രവ്യം നിങ്ങൾ ചെലവിടുന്നത് എന്തിന്? ആദ്യം തുടങ്ങുന്നത് വിളിക്കുന്നത് ഇങ്ങനെയാണ്. അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ, ദാഹിക്കുന്ന ഏവരും വരുവീൻ എന്നാണ് പറയുന്നത്. ദാഹിക്കുന്ന ഏവരും വരുവീൻ. യാതനയേറ്റ് പിടയുന്നവരെ നിങ്ങൾ ഓടി വരുവീൻ. ദുരിതം പൂണ്ട് വലയുന്നവരെ നിങ്ങൾ ഓടി വരുവീൻ. നിങ്ങൾക്ക് പലതരത്തിലുള്ളതായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വന്ന് നിങ്ങൾ ഇന്ന് ജീവിതം വിരസമായിക്കൊണ്ടിരിക്കുകയാണ്. ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ, മാത്രമല്ല ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ, നിങ്ങൾക്ക് ആവശ്യത്തിന് ദ്രവ്യം മതിയാകുന്നില്ല, പൈസ മതിയാകുന്നില്ല. നിങ്ങൾക്ക് എന്നും പലതിലും അസംതൃപ്തിയാണ്, തൃപ്തിയായി കിട്ടുന്നില്ല, ഒന്നിലും തൃപ്തി വരുന്നില്ല. ഇന്നത് ശരിയായി തോന്നുമ്പോഴേക്കും അത് പിടിവിട്ടു പോകുന്നു. അപ്പമല്ലാത്തതിന് നിങ്ങളുടെ ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന്? അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ, വെള്ളത്തിന് വരുവീൻ. ജലം തരാം, വെള്ളത്തിനൊരുവീൻ. പക്ഷേ അടുത്ത വാക്യം പറയുന്നത് എന്താണ്? ദ്രവ്യവും വന്ന് വാങ്ങി തിന്നുവീൻ. വെള്ളത്തിന് വരുവീൻ, വന്ന് വാങ്ങി തിന്നുവീൻ. വെള്ളത്തിന് വേണ്ടി വരാൻ വിളിച്ചു, പക്ഷേ വെള്ളത്തിന് വേണ്ടി വരുമ്പോൾ വെള്ളം മാത്രമല്ല തരുന്നത്, ഭക്ഷണവും തരുന്നുണ്ട്. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. സ്തോത്രം. നിങ്ങളൊരു ചെലവ് ചെയ്യേണ്ട, നിങ്ങൾ വരിക, ഒരു കഷ്ടപ്പാടും വേണ്ട നിങ്ങൾക്ക്. നിങ്ങൾ 10 പൈസ പോലും ചെലവഴിക്കേണ്ട, നിങ്ങൾക്ക് സൗജന്യമായി തരാം. ജീവനുള്ള ദൈവം പ്രവാചകൻ്റെ വാക്കുകളിൽ കൂടി പറയുന്ന ഈ ശബ്ദം ദിഗന്ധങ്ങളിൽ മുഴങ്ങുകയാണ്. ഇന്ന് ചക്രവാളാന്തങ്ങളെ അതിക്രമിച്ച ഈ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ശബ്ദം മുഴങ്ങുന്നു. വരിക എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ വരിക. നിങ്ങൾ ദാഹാർത്തരായി കഴിയേണ്ട, നിങ്ങൾ വലഞ്ഞ് കഴിയേണ്ട, നിങ്ങൾ വിഷമിച്ച് കഴിയേണ്ട, നിങ്ങൾ 10 പൈസയും മുടക്കണ്ട. ദ്രവ്യവും വിലയും കൂടാതെ നിങ്ങൾക്ക് തരാം, വീഞ്ഞും പാലും തരാം. ദാഹമല്ലേ നിങ്ങൾക്ക്? വെറും ദാഹജലം മാത്രമല്ല തരുന്നത്, നിങ്ങൾക്ക് വീഞ്ഞ് തരാം, നിങ്ങൾക്ക് പാലും തരാം, നിങ്ങൾക്ക് പുഷ്ടഭോജനം തരാം. ഒന്നിനും കുറവില്ല. നിങ്ങൾ 10 പൈസ മുടക്കുകയും വേണ്ട. അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ, വെള്ളത്തിന് വരുവീൻ, വന്ന് വാങ്ങി തിന്നുവീൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. ഒരു വിലയും കൊടുക്കാതെ നിങ്ങൾക്ക് വാങ്ങിക്കൊള്ളാം. പിന്നെ അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന്? അപ്പമല്ലാത്തതിന് വേണ്ടി നിങ്ങൾ ചെലവിട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളുടെ ശരീരം ക്ലേശിക്കുന്നുണ്ട്, ശരീരം അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ അപ്പമല്ലാത്തതിന് വേണ്ടിയാണ് നിങ്ങൾ കഷ്ടപ്പാടില്ല. ശരിയായ ഭക്ഷണത്തിന് വേണ്ടിയുള്ളതല്ല, ആത്മാവിൻ്റെ ഭക്ഷണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറഞ്ഞു തരികയാണ്, നാം ഇന്ന് ശരിയായ ഭക്ഷണത്തിന് വേണ്ടി കൊതിക്കണം. ശരിയായ ഭക്ഷണം എന്താണ്? ഇന്നിവിടെ നാം നേടുന്നതെല്ലാം തീരും, ശവക്കുഴിയിൽ തീരും. നാം കേട്ടല്ലോ അത്. ഇന്ന് ഇവിടെ എന്തെല്ലാം നേടിയാലും ശവക്കുഴിയിൽ തീരും. ദൈവത്തിന് സ്തോത്രം.
എന്തെല്ലാം നേടിയാലും പക്ഷേ അതിനപ്പുറത്തേക്ക് ശവക്കുഴിക്ക് അപ്പുറത്തേക്ക് ആർക്കും ഒന്നും തരാൻ സാധിക്കുകയില്ല, ആർക്കും ഒന്നും കൂടെ വരാനും സാധിക്കുകയില്ല, സഹായിക്കാൻ സാധിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് പല പല സൗകര്യങ്ങളുണ്ട്, ആ സൗകര്യങ്ങൾ നാം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം വിട്ട് ഒരു ദിവസം നാം പറന്നു പോകും. ദൈവത്തിന് സ്തോത്രം. എനിക്ക് 1 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പൻ മരിച്ചു. അപ്പന് 33 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് 2 വയസ്സുള്ളപ്പോൾ ചേട്ടൻ മരിച്ചു. ചേട്ടൻ്റെ 13 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ജനിക്കുന്നതിന് മുൻപ് എൻ്റെ അമ്മ പ്രസവിച്ച 3 കുഞ്ഞുങ്ങൾ മരിച്ചിരുന്നു എന്നമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. 5 മരണം നടന്നൊരു വീടാണ്, ദുരിതം പിടിച്ചൊരു വീടായിരുന്നു. അന്ന് അപ്പൻ മരിക്കുമ്പോൾ നല്ല സാമ്പത്തികമായ സൗകര്യം ഉണ്ടായിരുന്നു. അപ്പൻ ബിസിനസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് രൂപയുണ്ടായിരുന്നു. പാടത്ത് നെൽകൃഷി ഉണ്ടായിരുന്നു, അതുകൊണ്ട് നെല്ലിന് പഞ്ഞം ഉണ്ടായിരുന്നില്ല. ഒന്നിനും കുറവില്ലാത്ത നല്ല സമൃദ്ധിയുടെ കാലമായിരുന്നു അന്ന്. അമ്മ പറഞ്ഞതൊക്കെ പറഞ്ഞ് അമ്മ കരയാറുണ്ട്. ഒന്നിനും കുറവില്ലായിരുന്നു. നല്ല സുഖഭക്ഷണങ്ങൾ, നല്ല ജീവിത സൗകര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. എന്നാൽ ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാം അങ്ങ് തകർന്നു. അപ്പൻ മരിച്ചു, എല്ലാം തകർന്നു. അപ്പൻ്റെ ബിസിനസ്സിൽ രൂപ കിട്ടാനുള്ളവരുണ്ട്, അവർ രൂപ തന്നില്ല. എന്നാൽ കൊടുക്കാനുള്ളവർക്ക് കൊടുക്കേണ്ടതിന് ഭൂമി ചിലതെല്ലാം വിറ്റു. ഇതെല്ലാം പറഞ്ഞ് അമ്മ ഏങ്ങലടിച്ച് കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, നെഞ്ചത്തടിച്ച് കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എങ്കിലെൻ്റെ ദൈവമേ, ഞാൻ എന്ത് പാവം ചെയ്തിട്ടാണ് ഇത്രയും വലിയ കെടുതി എനിക്ക് വരുത്തിയതെന്ന്. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ ദുരിതം മാറാൻ കോലഞ്ചേരി പള്ളിയിൽ ആണ്ടിൽ ഒരിക്കലുള്ള വലിയ പെരുന്നാളിന്, മിഥുന 29 പെരുന്നാളിന് അന്ന് ധർമ്മക്കാർക്കെല്ലാം ധർമ്മം കൊടുക്കാൻ അമ്മ രൂപയായിട്ട് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് അമ്മ ആണ്ട് നോക്കിയിരുന്നു ദുരിതം മാറാൻ. ഒരിക്കലും സമാധാനം ഉണ്ടായിരുന്നില്ല, സ്വസ്ഥത ഉണ്ടായിരുന്നില്ല. എന്നും വീർത്ത് വീങ്ങിയ കണ്ണുകൾ, കരഞ്ഞ് കലങ്ങിയ കണ്ണുകൾ. ഞാനും കരയും, എൻ്റെ പെങ്ങളും കരയും, അമ്മയും കരയും. ഞങ്ങൾ 3 പേരേ ഉള്ളൂ വീട്ടിൽ. കരച്ചിലിൻ്റെ വീടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ പലരുടെയും വീടുകൾ കരച്ചിലിൻ്റെ വീടാണ്. ദൈവത്തിന് സ്തോത്രം. സമൃദ്ധി ഉണ്ടായിരുന്നിടത്ത് സമൃദ്ധി പോയപ്പോഴാണ് കൂടുതൽ പ്രയാസം വന്നത്. എല്ലാം നിറവായിരുന്ന വീട്ടിൽ എല്ലാം ശൂന്യമായിപ്പോയി. അപ്പനങ്ങ് പറന്നുപോയി, ചേട്ടനും പോയി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിരാശയായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ഫലം, നിരാശ മാത്രം. ഞാൻ വടവൂർ സ്കൂളിൽ നിന്ന് 10ാം ക്ലാസ് പാസ്സായി പോകുമ്പോൾ എനിക്ക് ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷകളൊന്നുമില്ല. പിന്നെ പഠിക്കുമെന്ന് പ്രതീക്ഷയില്ല. 10ാം ക്ലാസ്സിൽ എനിക്ക് ദൈവം കൃപയും നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാർ പലരും, ക്ലാസ്സിലുണ്ടായിരുന്ന പലരും ഓരോ വഴിക്ക് പഠിത്തത്തിന് വേണ്ടി കോളേജിലേക്കും പോളിടെക്നിക്കിലേക്ക് പോയി. എനിക്ക് ആശയില്ലഞ്ഞിട്ടില്ല, പോകാൻ സാധ്യമല്ല, പോകാൻ നിർവാഹമില്ല. വീട്ടിൽ നിന്ന് പോയി വരാവുന്ന സ്ഥലത്തല്ല, അതുകൊണ്ട് എവിടെയെങ്കിലും പോയി താമസിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല, അതിനുള്ള പൈസയുമില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്നതെല്ലാം ഓർക്കുമ്പോൾ ചിലപ്പോൾ നിന്ന് ഞാൻ കരയാറുണ്ട്. എവിടെ നിന്നാണ് ദൈവം എന്നെ ഉയർത്തിയത്? ഏതൊരു നിലയിൽ നിന്നാണ് കർത്താവ് എന്നെ പൊക്കിയെടുത്തത്? അതുകൊണ്ടാണ് ഞാൻ ദൈവത്തോടുള്ള നന്ദി ഉള്ളത് കൊണ്ടാണ് ഞാൻ ദൈവത്തിന് വേല ചെയ്യുന്നത്. ജീവനുള്ള ദൈവം എന്നെ രക്ഷിച്ചു എന്നുള്ള, എനിക്ക് സമാധാനം തന്നെന്നുള്ള ആ ഒരു നന്ദി ഹൃദയത്തിൽ നിറയുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ദൈവവേല ചെയ്യുന്നത്. വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്, പലരും കുറ്റപ്പെടുത്തുന്നുണ്ട്, അതൊന്നും ഞാൻ ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല. അത് ഇതിന് മറുപടി പറയാൻ എനിക്ക് നേരവുമില്ല. എനിക്ക് ധൃതഗതിയിൽ ചിലതെല്ലാം ചെയ്തു തീർക്കാനുണ്ട്. ഉള്ള ആയുസ് കർത്താവിന് വേണ്ടി ചെലവഴിക്കാനാണ് എൻ്റെ ആഗ്രഹം. എങ്ങനെയെങ്കിലുമൊക്കെ കർത്താവിന് പ്രസാദകരമായ ജീവിതം നയിച്ച് ഈ ആയുസ് എത്തിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എല്ലാത്തിന് നിങ്ങളുടെ ദൈവം ചെലവഴിക്കുന്നതിന്, തൃപ്തി വരുത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ ദൈവവും നിങ്ങളുടെ ഉപജീവന മാർഗ്ഗങ്ങളും എല്ലാം ചെലവഴിക്കുന്നതിന്, തൃപ്തി വരുത്തുന്നതിന് വേണ്ടി ചെലവഴിച്ച് നശിപ്പിച്ച് കളയേണ്ടതില്ല. ദൈവം നിങ്ങൾക്കെല്ലാം തന്നിരിക്കും, ദാനമായി തന്നിരിക്കുന്നു, തരാമെന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുന്നു, ഞാൻ 10ാം ക്ലാസ് പാസ്സായി, ഞാൻ ഒരു കൊല്ലം വീട്ടിലെ കൃഷി കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ നിൽക്കുന്ന കാലത്താണ് വടവൂരിലെ മത്തായി സാറ് എന്നെ ആളയച്ച് സ്കൂളിലേക്ക് ഒളിപ്പിച്ചത്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ പിന്നെയും നറുനാമ്പുകൾ കർത്താവ് കിളിർപ്പിച്ചു തന്നു. സാറിനൊരു പ്രത്യേക വാത്സല്യം എന്നോട് ഉണ്ടായിരുന്നു. ഹെഡ് മാസ്റ്റർ, നിങ്ങൾ ചിലർക്കൊക്കെ അറിയാമായിരിക്കും, ഒരു താപസനെ പോലുള്ള അനുഗ്രഹീതനായ ഒരു വ്യക്തി. അദ്ദേഹം എന്നെ വിളിപ്പിച്ചു, എനിക്ക് TTCക്ക് അഡ്മിഷൻ മേടിച്ചു തന്നു. അവിടെ തന്നെ സാർ എന്നെ സ്കൂളിൽ അധ്യാപകനാക്കി നിയമിച്ചു. ഉള്ളതിലേക്കും താഴ്ത്തിയ അധ്യാപകൻ. ഫസ്റ്റ് B എന്ന് പറയുന്ന ക്ലാസ് ആണ് ഏറ്റവും താഴ്ത്ത ക്ലാസ്. ഇന്നത്തെ 5ാം ക്ലാസ് B എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഉത്സാഹമായി. കുട്ടികളുടെ സ്നേഹം കിട്ടുന്നു, കുട്ടികളുടെ ഒരു ബഹുമാനം കിട്ടുന്നു. അപ്പോൾ പഠിപ്പിക്കുന്നതിൽ രസമായി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പിന്നെ ഞാനൊരു ദിവസത്തിൽ സാറിനോട് പറഞ്ഞു, ഞാനന്ന് 5, 6, 7, 3 ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്.
സാറിന് പറഞ്ഞു, ഞാൻ പറഞ്ഞു, സാർ എനിക്ക് ഈ 8ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ എന്താണ് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. സാർ പറഞ്ഞു, നിനക്ക് കുഴപ്പമില്ല, നിനക്ക് പഠിപ്പിക്കാൻ സാധിക്കും, പക്ഷേ നിനക്ക് ഡിഗ്രി ഇല്ലല്ലോ. ഈ 10ാം ക്ലാസ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് നീ ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പിന്നെ എൻ്റെ ഉദ്ദേശം BA പാസ്സാകണമെന്നാണ്. BA പാസ്സായി കഴിഞ്ഞപ്പോഴാണ് പിന്നെ അടുത്ത പടി MA എടുക്കണം. എങ്ങനെയെങ്കിലും MA എടുക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ വർണ്ണിക്കുന്നില്ല. സമാധാനം തരുന്ന ദൈവമുണ്ട്. കേരള യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറായി ഞാൻ MA ഡിഗ്രി പാസ്സായി. ദൈവത്തിന് സ്തോത്രം. MA മാത്രമല്ല, B.Edഉം BAയും എല്ലാം കേരള യൂണിവേഴ്സിറ്റി റാങ്കോടുകൂടി ഞാൻ പാസ്സായത്. എല്ലാം ദൈവം തന്ന ദാനം. ഞാൻ MA ഡിഗ്രി കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ MA ഡിഗ്രി ഞാൻ താഴെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞു, മുട്ടുകുത്തിയിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഇത് വൈസ് ചാൻസലർ ഒപ്പിട്ടതാണ്, എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മുദ്ര വെച്ച് തന്നതായ MA ഡിഗ്രിയാണെന്ന്. MA ഡിഗ്രിയുടെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ കോളേജിൽ ജോലിയിൽ കയറി. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, വളർത്തുന്ന ഒരു ദൈവമുണ്ട്, നയിക്കുന്ന ഒരു ദൈവമുണ്ട്, അത്ഭുതകരമായി നമ്മെ നയിച്ചുകൊണ്ട് പോകുന്നൊരു ദൈവമുണ്ട്. എല്ലാം കാണുന്നു. ഇന്ന് നിങ്ങൾ ഓരോരുത്തരുടെ ഇരിക്കുന്നത് കർത്താവ് കാണുന്നു. ഞാനിവിടെ ഇരിക്കുന്നതും കർത്താവ് കാണുന്നു. എൻ്റെ നാവിൽ നിന്ന് ഏതെങ്കിലും അരുതാത്തതായ ഒരു വാക്ക് വന്നാൽ കർത്താവ് ദുഃഖിക്കും. എൻ്റെ പെരുമാറ്റത്തിൽ ഏതെങ്കിലും ഒരു തെറ്റായ രീതിയിൽ വന്നാൽ കർത്താവ് ദുഃഖിക്കും. അതുകൊണ്ട് ഞാൻ ഭയത്തോടുകൂടിയാണ് ദൈവത്തിന് വചനം പറയുന്നത്. ഞാൻ പറയുന്നതിൽ എൻ്റെ കർത്താവെയോടും ദുഃഖിക്കരുതേ എന്നുള്ള ഒരു വേദനയോടുകൂടി നിലവിളിയാണ് എനിക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ സൗജന്യമായി രക്ഷ നിങ്ങൾ പ്രാപിക്കുക, സൗജന്യമായി കൃപ നിങ്ങൾ പ്രാപിക്കുക, സൗജന്യമായി ജീവൻ പ്രാപിക്കുക, സൗജന്യമായി നിത്യസ്വർഗം പ്രാപിക്കുക, സ്വർഗത്തിൻ്റെ അവകാശം പ്രാപിക്കുക, സ്വർഗീയ മഹിമാധനം പ്രാപിക്കുക, സ്വർഗത്തിൻ്റെ സ്വത്ത് നിങ്ങൾ സമ്പാദിക്കുക, സ്വർഗം നിങ്ങളുടെ സ്വന്തമായി തീരുക. ഈ ഭൂമിയിൽ സ്വർഗം അനുഭവിച്ച് തുടങ്ങുന്നില്ലെങ്കിൽ മരിച്ചതിന് ശേഷം സ്വർഗം കിട്ടുമെന്നാരും പ്രതീക്ഷിക്കേണ്ട. ഈ ഭൂമിയിൽ സ്വർഗം അനുഭവിക്കണം. ഇവിടെ വെച്ച സ്വർഗം കിട്ടുന്നില്ലെങ്കിൽ മരിച്ചതിന് ശേഷം സ്വർഗം കിട്ടുകയില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ദുരിതങ്ങളുടെ മധ്യത്തിൽ സ്വർഗീയ സമാധാനം, ഇവിടെ രോഗത്തിൻ്റെ മധ്യത്തിൽ സ്വർഗീയ സമാധാനം, ഇവിടെ ആവശ്യ ഭാരങ്ങളുടെ മധ്യത്തിൽ സ്വർഗീയ സമാധാനം, ഇവിടെ എതിർപ്പുകളുടെ മധ്യത്തിൽ സ്വർഗീയ സമാധാനം, തെറ്റിദ്ധാരണകളുടെയും ഒറ്റപ്പെടുത്തലുകളുടെയും മധ്യത്തിൽ സ്വർഗീയ സമാധാനം ഇവിടെ വെച്ച് അത് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അക്കരെ ചെല്ലുമ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും കടന്നു പോകുമല്ലോ. ചെല്ലുമ്പോൾ രാജാധിരാജനായ കർത്താവായ യേശു ക്രിസ്തുവിന് തിരുമുൻപാകെ ചെന്ന് നാം പ്രതിഫലം വാങ്ങേണ്ടവരാണ്. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള ശബ്ദം കേൾക്കേണ്ടവരാണ്. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ എന്നുള്ള രാജാധിരാജനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശബ്ദം നാം കേൾക്കേണ്ടവരാണ്. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ എന്നാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കിക്കൊള്ളുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇന്ന് നിങ്ങളിവിടെ ഇരുന്ന് വചനം കേൾക്കുന്നു, നാളെ പ്രഭാതം നോക്കുണ്ടോ എന്നൊക്കെ അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുന്നു, ഷേക്സ്പിയർ എഴുതിയ ജൂലിയസ് സീസർ എന്ന് പറയുന്ന വലിയ നാടകമുണ്ട്. ഷേക്സ്പിയറിൻ്റെ പ്രസിദ്ധമായ നാടകമാണ് ജൂലിയസ് സീസർ. ജൂലിയസ് സീസർ അന്ന് ചക്രവർത്തിയാണ്, റോമിലെ ചക്രവർത്തിയാണ്, റോമിലെ ഭരണാധികാരിയാണ്. ജൂലിയസ് സീസർ അന്ന് ആസ്ഥാന മണ്ഡപത്തിലേക്ക്, ആലോചനാ സഭയിലേക്ക് പോകാൻ അല്പം വൈകിപ്പോയി. പെട്ടെന്ന് കോട്ടിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ഇറങ്ങുമ്പോൾ ഒരാൾ ഒരു എഴുത്ത് കൊണ്ടുവന്ന് കൊടുത്തു, ഒരു കവർ. സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ, വളരെ വളരെ രഹസ്യ സ്വഭാവമുള്ളതാണ്. ഒരാൾ പറഞ്ഞു, ഇത് തന്നു വിട്ട ആൾ പറഞ്ഞു ഉടനെ വായിക്കണമെന്ന് പറഞ്ഞു, ഉടനെ വായിക്കണമെന്ന്. സീസർ അത് കോട്ടിൻ്റെ പോക്കറ്റിലേക്ക് ഇട്ടു. അദ്ദേഹം വായിച്ചില്ല. കാരണം ആസ്ഥാന മണ്ഡപത്തിലേക്ക് പോകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ എഴുത്ത് എന്ത് തന്നെയാണെങ്കിൽ എത്ര ഗൗരവമാണെങ്കിലും ഇപ്പോൾ വായിക്കാൻ പോയാൽ സമയം പോകും. അന്ന് ജൂലിയസ് സീസർ ആസ്ഥാന മണ്ഡപത്തിൽ ചെന്നപ്പോൾ സീസറിൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ കാസ്ക, കാഷ്യസ്, ബ്രൂട്ടസ് മുതലായവർ സീസറിനെ കൊന്നു. പിന്നീട് ആ പോക്കറ്റിൽ നിന്ന് ആ കവർ കണ്ടെടുത്തു. ആ കവറിൽ എഴുതിയിരുന്നു, ഇന്ന് ആസ്ഥാന മണ്ഡപത്തിലേക്ക് പോകരുത്, ഗൂഢാലോചന നടന്നിട്ടുണ്ട് സീസറിനെ കൊല്ലുവാൻ, പോകരുത് എന്ന്. ആ നിർദ്ദേശം നോക്കുപോലും ചെയ്യാതെ സീസർ ആസ്ഥാന മണ്ഡപത്തിലേക്ക് പോയി. ഫലമോ മരണം. ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരത്തെ കൊന്നു. പ്രിയപ്പെട്ടവരെ,
മാർക്ക് ആൻ്റണി എന്ന് പറയുന്ന ജൂലിയസിൻ്റെ വിശ്വസ്തനായ ഒരാൾ ആ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് അത് എടുത്തു. മാർക്ക് ആൻ്റണിയെ കൊടുത്ത് അയച്ചതായിരുന്നു ആ എഴുത്ത്. ഇതൊരു കഥയാണ്, അഥവാ ഒരു സംഭവമാണ്. പക്ഷേ നാം ഇന്ന് കേൾക്കുന്നത് ഒടുവിലത്തെ ദിവസമായിരിക്കുമോ? ഞാൻ ചിന്തിക്കും, കർത്താവേ, ഇന്ന് ഞാൻ ചെയ്യുന്ന പ്രസംഗം അവസാനത്തെ പ്രസംഗമാണോ? നാളെ പ്രഭാതം എനിക്കുണ്ടോ? എനിക്കറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ കേൾക്കുന്നു, വചനമാണ് കേൾക്കുന്നത്. നിങ്ങൾ അനീതിക്ക് വേണ്ടി ചെലവഴിച്ച് കളയരുത്, അന്യായമായതിനു വേണ്ടി ചെലവഴിച്ച് കളയരുത്. നിങ്ങളുടെ പ്രയത്നഫലം അന്യായമായി ചെലവഴിച്ച് കളയരുത്. നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തി കളയരുത്. മദ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നവരുണ്ട്. മദ്യം കുടിക്കുന്നതിന് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന ആളുകളുണ്ട്. സ്വന്തം ഭാര്യയോ മക്കളോ ഭക്ഷണം കഴിച്ചോ എന്ന് പോലും ചിന്തിക്കാതെ മദ്യത്തിൽ രസിക്കുന്ന ആളുകളുണ്ട്. വീട്ടുകാർ നോക്കാത്തവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നു, ഞാൻ BA ഡിഗ്രി ക്ലാസ്സിൽ 3rd ഡിഗ്രി ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ ക്ലാസ്സിൽ ചെന്ന് ഞാൻ പിള്ളേരോട് ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു, പഠിച്ചിട്ടുണ്ടോ എന്ന്. ചോദിച്ചു വന്നപ്പോൾ ഒരു കുട്ടി, അവനൊന്നും പഠിച്ചിട്ടില്ല. ഈ പിള്ളേർ വലിയ കാര്യമായിരുന്നു, പിള്ളേർക്ക് എന്നെയും കാര്യമായിരുന്നു. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് പഠിച്ചില്ല എന്ന് എന്നെ അറിയിക്കണം. അതുവരെ ഇന്ന് 3:30 വരെ ക്ലാസ്സിലിരിക്കേണ്ട, ക്ലാസ്സിൻ്റെ പുറത്ത് പോയിക്കൊള്ളാൻ പറഞ്ഞു. അല്പം ക്രൂരമായി പോയി ഞാൻ പറഞ്ഞത്. 3:30 കഴിഞ്ഞു, ഞാൻ കാത്തിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 3:45 ആയപ്പോൾ വന്നു. ഞാൻ ചോദിച്ചെന്താ വയ്യേ? സാറേ, മറ്റെല്ലാ സാറുമാരും പോയി കഴിയാൻ വേണ്ടി കാത്തു നിന്നതാണ്. എന്ത് പറ്റി, എന്താ പഠിക്കാഞ്ഞത്? അവൻ്റെ കണ്ണ് നിറഞ്ഞു. അവൻ പറഞ്ഞു, സാറേ, ഇന്നലെ അമ്മ കിടപ്പിലാണ്, അച്ഛൻ വയ്യ വന്നത്. അമ്മ ചോദിച്ചു, കിടന്ന് കിടപ്പിൽ ചോദിച്ചു, അരി കൊണ്ടുവന്നിട്ടില്ലേ എന്ന് ചോദിച്ചു. അച്ഛന് ദേഷ്യം വന്നു. അച്ഛൻ നല്ലപോലെ കുടിച്ചിട്ടാണ് വന്നത്, നല്ലപോലെ മദ്യപിച്ചിട്ടാണ് വന്നത്. കിട്ടിയ രൂപ മുഴുവൻ, അന്നത്തെ കൂലി കിട്ടിയതെല്ലാം കുടിച്ചു തീർത്തു. അമ്മ കരഞ്ഞു, സാറേ, ഞങ്ങൾ അത്താഴം പട്ടിണിയായിരുന്നു. ഞാൻ രാത്രി റോഡിൽ ചെന്ന് ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലിരുന്ന് ഞാൻ ബീഡി തീർത്തു. അതിരാവിലെ ഞാൻ ബീഡി കൊണ്ടുപോയി കൊടുത്ത് വിറ്റ് പൈസ കൊണ്ട് അരി വാങ്ങിച്ച് കൊടുത്തിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് വായിക്കാൻ നേരം കിട്ടിയില്ല. ഞാൻ കരഞ്ഞുപോയി. ഞാൻ പറഞ്ഞു, മോനെ, നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിഞ്ഞില്ലത്. ഞാൻ അവനെ തലോടിയിട്ട് പിറ്റേ ദിവസം ഫസ്റ്റ് അവർ ക്ലാസ്സിൽ ചെന്നപ്പോൾ ഞാൻ പിള്ളേരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരോടും മാപ്പി ചോദിക്കുകയാണ്. ഇന്നലെ പുറത്ത് നിർത്തിയതിൽ നിങ്ങളോട് ഞാൻ മാപ്പി ചോദിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, മദ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നവർ, മദ്യത്തിന് വേണ്ടി ആരോഗ്യം ചെലവഴിക്കുന്നവർ, കൊള്ളരാത്ത ജീവിതത്തിന് വേണ്ടി ആരോഗ്യം കളയുന്നവർ, നല്ല ആരോഗ്യ ദൃഢഗാത്രം അശുദ്ധിക്കും തിന്മയ്ക്കും കൊള്ളരുതായ്മയ്ക്കും വേണ്ടി ചെലവഴിക്കുന്നവർ, പുകവലിക്കുന്നതിനും പോരാ, കഞ്ചാവ് ഉപയോഗിക്കുന്നതിനും പോരാ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന് വേണ്ടി രൂപ ചെലവഴിക്കുന്നവർ, ആയുസിന് നല്ല ഭാഗം ഇങ്ങനെ ആവശ്യമില്ലാത്തതിൻ്റെ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്തിന് ചെലവഴിക്കുന്നു? ഒന്നുകൂടി വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. 1-2 വാക്യങ്ങൾ. അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ, വെള്ളത്തിന് വരുവിൻ, വന്ന് വാങ്ങി തിന്നുവിൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവിൻ. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന്? അപ്പമല്ലാത്തതിന് നിങ്ങൾ ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന്? ദൈവത്തിന് സ്തോത്രം. ഇനിയും നഷ്ടപ്പെടുത്തി കളയരുത്, ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്തി കളയരുത്. ഓരോ നിമിഷവും വിലയേറിയതാണ്. നിങ്ങളുടെ ഹൃദയത്തെ ശോധന ചെയ്യുവാനും ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ ഓർത്ത് അനുദപിക്കുവാനും മേലിൽ പാപം ചെയ്യലും തീരുമാനിക്കുവാനും യേശുക്രിസ്തുവിനോട് ചേർന്ന് നടക്കുവാനുള്ള നല്ല കാലങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല കാലങ്ങൾ ഉള്ള കാലം. ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിന് മുൻപ് ക്രിസ്തുവിന് വേണ്ടി നാം ചെലവഴിക്കപ്പെടുക, എല്ലാം അങ്ങ് ചെലവഴിക്കപ്പെടുക. നമ്മുടെ ആരോഗ്യം, നമ്മുടെ ജനസ്വാധീനം, നമ്മുടെ കഴിവുകൾ, നമുക്കുള്ളതായ പ്രാപ്തി, നമുക്കുള്ളതായ മികവ്, നമുക്കുള്ളതായ തികവ് എല്ലാം ക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വേണ്ടി അങ്ങ് ചെലവഴിക്കുക. അപ്പമില്ലാത്തതിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കരുത്, തൃപ്തി വരുത്താത്തതിന് വേണ്ടി ചെലവഴിക്കരുത്.
പിന്നെ എന്തിനാണ് ഇപ്പോൾ നിങ്ങൾ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്? യാക്കോബുസ്ലീഹയുടെ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. 1-2 വാക്യങ്ങൾ. യാക്കോബുസ്ലീഹയുടെ ലേഖനം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ. എന്തിനു വേണ്ടി ഇപ്പോൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? ഭോഗേച്ഛകൾ. നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ശണ്ഠയിടുകയും ചെയ്തിട്ടും യാചിക്കായ്ക കൊണ്ട് കിട്ടുന്നില്ല. യാചിക്കായ കൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്ക കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. നിങ്ങൾ യാചിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന്, സുഖഭോഗങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ അതിനാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്, സുഖഭോഗങ്ങൾ. ഇന്ന് അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയല്ല നാം ചെലവഴിക്കുന്നത്. പലതും നാം ലക്ഷറിക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. ലക്ഷറി, സുഖഭോഗങ്ങൾ, സുഖ സൗകര്യങ്ങൾ, കൂടിയേ കഴിയൂ എന്നുള്ളതൊക്കെ വേണ്ടിയല്ല നാം പലപ്പോഴും ചെലവഴിക്കുന്നത്. നാം ഇന്ന് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന്. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ടൊന്നും കിട്ടുന്നില്ല. ഭോഗങ്ങളിൽ ചെലവഴിക്കുന്നു, സുഖഭോഗങ്ങളിൽ, സുഖ സൗകര്യങ്ങളിൽ, ലൗകിക ജഡ താല്പര്യങ്ങളിൽ, ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക്, ജഡത്തിൻ്റെ ഉല്ലാസങ്ങൾക്ക്, അതിനൊക്കെ വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്നു. എത്രയോ പൈസയാണ് നാം കളയുന്നത്. നമ്മുടെ സമയം കളയുന്നു, വിലപ്പെട്ടതായ സമയം. നമ്മുടെ കഴിവ് നാം കളയുന്നു. ഏറ്റവും നല്ല കഴിവുള്ള പ്രായം ഇത് യേശുക്രിസ്തുവിന് പ്രയോജനപ്പെടാതെ പോകുന്നു. പിശാചിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വിട്ടുകൊടുക്കുന്നു. സാത്താന് അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വിട്ടുകൊടുക്കുന്നു. നമ്മുടെ ഈ പ്രായം പിശാചിന് കൊടുക്കുന്നു. ഈ പ്രായം ഇന്ന് ഏത് പ്രായത്തിലായിരിക്കുന്നുവോ ഈ പ്രായം വരെയുള്ള ജീവിതം നിങ്ങൾ തിരിഞ്ഞു നോക്കൂ. സാത്താനല്ലായിരുന്നോ നമ്മൾ ഭരിച്ചുകൊണ്ടിരുന്നത്? എന്നും കോപവും വാശിയും വഴക്കും വൈരാഗ്യവും പകയും പിണക്കവും തന്നെ. എന്നും കുടുംബത്തിൽ അസ്വസ്ഥത അല്ലേ? അങ്ങനെ ആയിരുന്നില്ലേ? ചിന്തിച്ച് നോക്കൂ. ഭാര്യയും ഭർത്താവും തമ്മിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസം. ഭാര്യയും ഭർത്താവും തമ്മിൽ പലപ്പോഴും വാഗ്വാദങ്ങൾ, തർക്കങ്ങൾ. പ്രിയപ്പെട്ടവരെ, അനേകരുടെ കുടുംബങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ മേശപ്പുറത്ത് എല്ലാം തയ്യാറാക്കി വയ്ക്കും. വിഭവസമൃദ്ധമായ ആഹാരമാണ്. പക്ഷേ കഴിക്കാൻ തുടങ്ങി എന്തോ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു, വഴക്കായി, വേണ്ട കഴിക്കുന്നില്ല, എഴുന്നേറ്റ് കൈ കഴുകി എഴുന്നേറ്റ് പോകുന്നു, കഴിക്കുന്നില്ല. എത്രയോ കുടുംബങ്ങളാണ് നരകം അനുഭവിക്കുന്നത്. നരകം. ഭോഗങ്ങളിൽ ചെലവിടുകയാണ്. ഭോഗങ്ങളിൽ, സുഖഭോഗങ്ങളിൽ ചെലവിടുകയാണ്. സുഖ സൗകര്യങ്ങൾ കൊണ്ട് ചെലവിടുകയാണ്. ആഡംബരഭ്രമമുണ്ട്, ആഡംബരഭ്രമം. പ്രിയപ്പെട്ടവരെ, അത്യാവശ്യം നമുക്ക് ആഭരണം വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. കളറുള്ള സാരി എടുത്തോളാനും ഞാൻ പറയും, എനിക്ക് സംശയമില്ല. എന്നാൽ എൻ്റെ വിശ്വാസം സാരിയുടെ കളറല്ല, അല്ലെങ്കിൽ ആഭരണങ്ങളുടെ മികവല്ല. നേരെ മറിച്ച് ഇതെല്ലാം ഭൗതികമായ കാര്യങ്ങളാണ്. അതിനപ്പുറത്ത് ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ് ഏറ്റവും പ്രധാനം. ഹൃദയത്തിൻ്റെ വിശുദ്ധി. ഹൃദയം വിശുദ്ധമായിരിക്കണം. ഈ ഹൃദയത്തിൽ സ്നേഹമായിരിക്കണം. ഈ ഹൃദയത്തിൽ ആരോടും മനസ്സിലുമായിരിക്കണം, ആരോടും ആർദ്രതയായിരിക്കണം. വേദനിക്കുന്നവരുടെ വേദനയിൽ പങ്കുചേർന്ന് വേദനിക്കാൻ നമുക്ക് സാധിക്കണം. ദുഃഖിക്കുന്നവരുടെ ദുഃഖത്തോട് പങ്കുചേരാൻ നമുക്ക് സാധിക്കണം. കരയുന്നവരുടെ കരച്ചിൽ കേൾക്കാനും പ്രതിസന്ധി വരുത്തുവാൻ നമ്മൾ കഴിവ് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സാധിച്ചിട്ടുണ്ടോ? കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ ഓർക്കുന്നു, കോളേജ് തുടങ്ങിയ കാലത്ത് പ്രീ ഡിഗ്രിക്ക് അന്ന് ഫീസ് വേണമായിരുന്നു. ഞാൻ ഹൈ റേഞ്ചിലുള്ള ഒരു പയ്യൻ്റെ കാര്യം കേട്ടു. അവന് പഠിക്കണമെന്നുണ്ട്, പക്ഷേ പൈസയില്ല. അവൻ്റെ ഫീസ് ഞാൻ കൊടുത്തു. പിന്നീട് BA ഡിഗ്രി ക്ലാസ്സിൽ വന്നപ്പോഴത്തേക്കും വേറെ ഒരു 3 കുട്ടികൾക്ക് ഫീസ് ഞാനാണ് കൊടുത്തത്. വേറൊന്നുകൊണ്ടുമല്ല, അവർക്ക് വശമില്ലെന്ന് എനിക്കറിയാം. അവരെല്ലാം നല്ല സ്ഥാനത്തെത്തി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അടുക്കൽ വരുന്നവർക്ക് നമ്മിൽ നിന്ന് സ്നേഹം ലഭിക്കുന്നുണ്ടോ? സ്നേഹം വേണ്ട. നമ്മുടെ മക്കൾക്ക് സ്നേഹം കിട്ടുന്നുണ്ടോ? നമ്മുടെ ഭാര്യയ്ക്ക് സ്നേഹം കൊടുക്കുന്നുണ്ടോ? ഭർത്താവിന് സ്നേഹം കൊടുക്കുന്നുണ്ടോ? മാതാപിതാക്കൾക്ക് സ്നേഹം കൊടുക്കുന്നുണ്ടോ? സ്നേഹം കൊടുത്താൽ സ്നേഹം ലഭിക്കും. സ്നേഹം കൊടുത്താൽ മാത്രമേ സ്നേഹം ലഭിക്കുകയുള്ളൂ. സ്നേഹം വിതരണം ചെയ്യുന്നവരായിത്തീരുക. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ ഈ ആയുസ്സിൽ ഞാൻ പഠിച്ച ഒരു പാഠം അതാണ്. സ്നേഹം വാരിക്കോരി കൊടുത്തുകൊള്ളുക. യാതൊരു ഉപാധിയുമില്ലാതെ, യാതൊരു തരത്തിലുള്ളതായ ഒരു വ്യവസ്ഥയുമില്ലാതെ സ്നേഹം കൊടുത്തുകൊള്ളുക. ആരുടെയും മുമ്പിൽ വിനയത്തോടെ നിൽക്കുക, എളിമയോടെ നിൽക്കുക, താഴ്മയോടെ നിൽക്കുക. പുകഴാനൊന്നുമില്ല, പ്രശംസിക്കാനൊന്നുമില്ല, അഭിമാനിക്കാനൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. അന്ന് യാക്കോബ് ശ്ലീഹ പറഞ്ഞു, നിങ്ങളുടെ ഭോഗങ്ങളിൽ നിങ്ങൾ ചെലവിടുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ പലരും ഇന്ന് ഭോഗങ്ങളിൽ ചെലവിട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ
നിങ്ങളുടെ രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി ചെലവിടുന്നുണ്ട്. നിങ്ങൾ ഈ ലോകത്തിലെ ധനവും സൗകര്യവും എല്ലാം കൂടുതൽ കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. ഒന്നും വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല, ആകാം, തീർച്ചയായിട്ടും ചെയ്യാം, ചെലവഴിച്ചേ പറ്റൂ. പക്ഷേ നിങ്ങളുടെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കരുത്. സുഖഭോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചിന്തിച്ച് നോക്കണം. ആവശ്യമില്ലാത്ത ഏതെല്ലാം കാര്യങ്ങൾക്കാണ് ചെലവഴിച്ച് കളഞ്ഞത്. നമ്മുടെ സമയം ചെലവഴിച്ചു, നമ്മുടെ മൈറ്റ്, നമ്മുടെ ശക്തി ചെലവഴിച്ചു, നമ്മുടെ കഴിവ് ചെലവഴിച്ചു, നമ്മുടെ സ്വാധീന ശക്തി ചെലവഴിച്ചു, പോരാ നമ്മുടെ പണം ചെലവഴിച്ചു, നമുക്കുള്ള വിഭവങ്ങളൊക്കെയും വേണ്ടാത്തതിന് വേണ്ടി ചെലവഴിച്ചു. ഓർത്ത് നോക്കൂ, കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കൂ, എങ്ങനെയെല്ലാം വേണമെന്ന് ചെലവഴിച്ചത്. ആരോഗ്യം തിന്മയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തവരില്ലേ? ആരോഗ്യം തിന്മയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തു. മദ്യപാനം കൊണ്ട്, അല്ലെങ്കിൽ കഞ്ചാവ് കൊണ്ട്, അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട അനേകം ആളുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകം കുടുംബങ്ങൾ തീയാണ്, അഗ്നിപർവ്വതമാണ്. മക്കളെ കൊണ്ടുള്ളതായ പ്രയാസം അനേകർ അനുഭവിക്കുകയാണ്. മക്കൾ തെറ്റായ വഴിയിൽ കൂടി പോകുന്നു. അവരെ നേർപ്പാതയിലേക്ക് നടത്താൻ ആളില്ല. അവരെ സത്യവഴിയിൽ കൂടി നടത്താൻ ആളില്ല. അവർക്ക് വചനം കൊടുക്കാൻ ആളില്ല. അവർക്ക് ജീവൻ്റെ വചനം കൊടുക്കണം. അവരെ നാം സ്നേഹിക്കണം. അവർ വെറുക്കുകയല്ല വേണ്ടത്. അവരെ സ്നേഹിച്ച് അവരെ കർത്താവിൻ്റെ കൃപയിലേക്ക് കൊണ്ടുവരണം. കർത്താവിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് കൊണ്ടുവരണം. നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ ആയിക്കൊണ്ട് കിട്ടുന്നില്ല, ഭോഗങ്ങളിൽ ചെലവിടുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതുവരെയും പാവത്തിന് വേണ്ടി ചെലവഴിച്ചവരാണെങ്കിലും നിങ്ങൾക്ക് മടങ്ങി വരാം. വരൂ എന്നാണ് കർത്താവ് വിളിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മടങ്ങി വരിക എന്നാണ് കർത്താവ് വിളിക്കുന്നത്. വരാൻ മനസ്സുണ്ടോ? തലകളെ ഉണക്കാം, പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രാർത്ഥിക്കാം. ഹൃദയം ദൈവസന്നിധിയിൽ പകരുക. കർത്താവേ, അബദ്ധങ്ങൾ പറ്റിപ്പോയി കർത്താവേ, സമയങ്ങൾ പാഴാക്കിപ്പോയി കർത്താവേ, ആരോഗ്യം അസ്തമായതിന് ചെലവഴിച്ചു പോയി കർത്താവേ, ദൈവമേ എനിക്കുള്ളതായ പണം ചെലവഴിച്ചു പോയി, നഷ്ടത്തിന് ചെലവഴിച്ചു പോയി കർത്താവേ, വിലപ്പെട്ട സമയങ്ങളാണ് ഞാൻ നഷ്ടപ്പെടുത്തിയത് കർത്താവേ. എൻ്റെ ദൈവമേ, എന്നോട് മനസ്സറിയണമേ. ഞാനിതാ മടങ്ങി വരുന്നു. എല്ലാം ക്ഷമിക്കണമേ, മാപ്പ് തരണമേ, പാപമോചനം തരണമേ, പാപം ക്ഷമിച്ചു തരണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞതെല്ലാം നഷ്ടപ്പെട്ടു പോയി സമ്മതിച്ചുകൊണ്ട് ഇപ്പോൾ തിരികെ വരിക, യേശുവിൻ്റെ അടിയിലേക്ക് ഓടി വരിക. യേശുവിനായിട്ട് നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുക. യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. യേശുവിൻ്റെ രക്തം സകല പാവം പോക്ക് ശുദ്ധീകരിക്കുന്നു. ആ തിരക്തത്താൽ ഇതുവരെ ഒന്ന് പോയ കഴിഞ്ഞ പാവങ്ങളെല്ലാം കഴുകിത്തരും. ഇപ്പോൾ നിങ്ങൾ പുതിയ തീരുമാനത്തോടെ, പുതിയ സമർപ്പണത്തോടെ കർത്താവിൻ്റെ ഇടയിലേക്ക് ഓടി വരിക. യേശുവേ, ഞാനിതാ വരുന്നു, എന്നെ സ്വീകരിക്കണമേ. പറയൂ നിങ്ങൾ, എൻ്റെ യേശുവേ, ഞാനിതാ വരുന്നു, എന്നെ സ്വീകരിക്കണമേ. എൻ്റെ യേശുവേ, മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമേ. യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെക്കൊണ്ട് നീ ഓർത്തുകൊള്ളണമേ. പ്രാർത്ഥിക്കൂ, നിങ്ങൾ തന്നെ സമർപ്പിക്കൂ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കൂ. തീരുമാനം പുതുക്കുക. യേശുവിനോട് വാക്ക് പറയുക. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരുടെ മേലും തൃക്കരം വയ്ക്കണമേ. എല്ലാവരെയും ദിവ്യക്രമം കൊണ്ട് പൊതിയണമേ. തിരക്തത്താൽ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. പുതിയ ജീവിതത്തിനുള്ളതായ വാഞ്ചയും ദാഹവും നൽകണമേ. എല്ലാവരെയും സ്വർഗ്ഗരാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ TV-യിൽ.